ദുബായ് നഗരത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കൂട്ടിക്കൊണ്ട് 2 പുതിയ റെസിഡൻഷ്യൽ മേഖലകൾ പ്രഖ്യാപിച്ചു. ഇത് ദുബായ് നിവാസികൾക്ക് കൂടുതൽ പാർപ്പിട സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. പുതിയ മേഖലകളിൽ 152 പുതിയ പാർക്കുകൾ, 33 കിലോമീറ്റർ സൈക്ലിംഗ് പാതകൾ എന്നിവ ഉൾപ്പെടും. ജീവിത നിലവാരം ഉയർത്തുന്നതിനും വിനോദത്തിനുമായി കൂടുതൽ പൊതുവിടങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇത് സഹായകമാകും. ഒപ്പം ദുബായിൽ ഷെയർ ടാക്സി സർവീസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള 6 മാസത്തെ പരീക്ഷണ ഓട്ടം ഉടൻ ആരംഭിക്കും. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. വിന്റർ വെക്കേഷൻ ആരംഭിച്ചതോടെ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നു. സ്കൂളുകൾ അവധിക്കായി അടച്ചതോടെ കുടുംബവുമായി യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് സൃഷ്ടിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ 50% വരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനായി അവസാന നിമിഷത്തെ ബുക്കിംഗുകൾ ഒഴിവാക്കാനും നേരത്തെ തന്നെ ടിക്കറ്റുകൾ ഉറപ്പാക്കാനും ട്രാവൽ ഏജൻസികൾ ഉപദേശിക്കുന്നു. സൗദി അറേബ്യ തനത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ നിയമം നടപ്പിലാക്കുന്നു. സൗദി ഡേറ്റ്സ്, തായ്ഫ് റോസാപ്പൂക്കൾ, നജ്റാൻ തേൻ തുടങ്ങിയ രാജ്യത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങളുടെ ആധികാരികതയും വിപണി മൂല്യവും സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. വ്യാജമായ നിർമ്മാണം തടഞ്ഞ് ഉപഭോക്താക്കൾ വഞ്ചിതരാകുന്നത് ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. നിയമം ലംഘിച്ച് വ്യാജമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് 1 മാസം മുതൽ 3 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും. കുവൈറ്റിൽ ജനവാസ കേന്ദ്രങ്ങളിലെ സ്വകാര്യ സ്കൂളുകളുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ മുനിസിപ്പൽ കൗൺസിൽ അംഗീകാരം നൽകി. റെസിഡൻഷ്യൽ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. പ്രദേശവാസികളുടെ സൗകര്യവും ഗതാഗതക്കുരുക്കും കണക്കിലെടുത്താണ് കൗൺസിൽ ഈ നിർദ്ദേശം അംഗീകരിച്ചത്. യുഎഇ തൊഴിൽ മന്ത്രാലയം രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ 1300-ലധികം വ്യാജ സ്ഥാപനങ്ങളെ കണ്ടെത്തി. നിയമലംഘനങ്ങളുടെ പേരിൽ ഈ സ്ഥാപനങ്ങൾക്ക് 3.4 കോടി ദിർഹം പിഴ ചുമത്തി. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ഗൾഫ് മേഖലയിലെ നിർമ്മാണപരമായ ഈ മുന്നേറ്റങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ശ്രദ്ധയും ഈ രാജ്യങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് ഊർജം പകരുന്നതാണ്. ഈ വികസന കുതിപ്പുകളെല്ലാം തന്നെ സ്വദേശവാസികൾക്കും പ്രവാസി സമൂഹത്തിനും ഒരുപോലെ പുതിയ തൊഴിൽ സാധ്യതകളും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പുവരുത്തുകയാണ്. ലോകം ഇപ്പോൾ നേരിടുന്ന എല്ലാ ചലഞ്ചുകൾക്കും ഇടയിലും ഒരു പോസിറ്റീവ് നോട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ വിസ്മയം മുതൽ മനുഷ്യന്റെ അതിജീവന ശേഷി വരെ ജപ്പാൻകാരുടെ ധൈര്യവും അതിജീവന ശേഷിയും ലോകത്തിന് മാതൃകയാണ്. ഹോളിവുഡിലെ കടുത്ത മത്സരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ ക്വാളിറ്റി കണ്ടന്റ് ലഭ്യമാക്കാൻ സഹായിക്കും. ട്രംപിന്റെ താരിഫ് തന്ത്രങ്ങളും ഗാസയിലെ യെല്ലോ ലൈൻ കഥകളും ലോകരാജ്യങ്ങൾ തമ്മിൽ നീതിക്കും സമാധാനത്തിനും വേണ്ടി കൂടുതൽ ചർച്ചകളും സഹകരണവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മനുഷ്യന്റെ ആത്മവീര്യത്തിലാണ് നമുക്കിനി പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കുക. ഗുഡ് നൈറ്റ്.